നൃത്തമാണ് ജീവിതമെന്ന പ്രശസ്ത നർത്തകി രമാ വൈദ്യനാഥൻ. ക്ഷേത്രമുറ്റങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട നൃത്തരൂപങ്ങൾ പൊതുവേദികളിലേക്ക് വന്നത് നാട്യശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണെന്നും അവർ പറഞ്ഞു. കലാരൂപങ്ങൾ യാത്ര തുടരുകയാണ്. ഓരോ കാലത്തും മാറ്റങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും തില്ലാന, വർണ്ണം ഉൾപ്പെടെയുള്ളവയുടെ മാറ്റം അംഗീകരിക്കാനാവില്ല. എന്നാൽ പരീക്ഷണങ്ങളെ ആസ്വാദകർ അംഗീകരിക്കാറുണ്ട്. വിവാഹശേഷം നർത്തന രംഗത്തു നിന്നും ഇടവേളയുണ്ടായെങ്കിലും നർത്തനമില്ലാതെ ജീവിതമില്ലെന്ന തിരിച്ചറിവിൽ വീണ്ടും സജീവമായി. ഉത്തരേന്ത്യയിലെ അതിപ്രശസ്തമായ ഗണേഷ് നാട്യാലയയുടെ സ്ഥാപക കൂടിയായ രമാ വൈദ്യനാഥൻ ഇന്ത്യയിലും വിദേശത്തുമായി അനേകം വേദികളിൽ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 4-ാം വയസ്സ് മുതൽ ഭരതനാട്യം പരിശീലിച്ച കൃഷ്ണനുണ്ണി ഭരതനാട്യത്തിൽ ഗവേഷണം തുടരുകയാണ്. പ്രഗത്ഭരായ നർത്തകർ മാതൃകയാണ്. എത്ര പഠിച്ചാലും അവസാനിക്കാത്ത ആഴമേറിയ മേഖലയാണ് നർത്തനമെന്ന് കൃഷ്ണനുണ്ണി പറഞ്ഞു. അധ്യാപകരേറെ ഉണ്ടെങ്കിലും യഥാർത്ഥ ഗുരുവിനെ കിട്ടുന്നതാണ് ഭാഗ്യമെന്ന കുച്ചിപ്പുടി നർത്തകി ശ്രീലക്ഷ്മി. 13 വയസ്സ് തുടങ്ങിയിട്ട് ഞാൻ കുച്ചിപ്പുടി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഐ ലേൺ ഫ്രം പസുമൂർത്തി രത്തയ്യ ശർമ്മ. അദ്ദേഹം കൂച്ചിപ്പുടി യക്ഷഗാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപത്തിൽ മാസ്റ്റർ ചെയ്തിട്ടുള്ള കൂച്ചിപ്പുടി പാരമ്പര്യം ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അത് കൂടുതലൊരു നാടക സമ്പ്രദായത്തിലുള്ള കൂച്ചിപ്പുടിയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഏകാഹാര്യമായിട്ടുള്ള നൃത്തരൂപമല്ല, ശരിക്കും നൃത്ത നാടകങ്ങളുടെ സമ്പ്രദായത്തിൽ പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ പറഞ്ഞ പോലെ ഒരു 15 വർഷമായിട്ട് പഠിച്ചു വരുന്നു. ഇന്നും പഠിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 85 വയസ്സുണ്ട്. ശരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 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 ആർട്ടിസ്റ്റിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഗുരു ഉണ്ടാവുക എന്നുള്ളതാണ്. കുച്ചിപ്പുടി കേരളീയ കലയല്ലെങ്കിലും സ്കൂൾ കലോത്സവ വേദികളിലും മറ്റും കുച്ചിപ്പുടിയെ കേരളീയ കലയാക്കി മാറ്റിയതിൽ സന്തോഷമുണ്ട്. കുച്ചിപ്പുടിയിൽ യക്ഷഗാനം അവതരിപ്പിക്കപ്പെട്ട പോലെ കൂടുതൽ പരീക്ഷണം നടത്തുന്നുണ്ടെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഡാൻസ് കളിക്കുന്നു, പക്ഷേ കല്യാണത്തിന് ശേഷം ഡാൻസ് I was 16 years old that time. So the Nambudri looked at the horoscope and he said, പഠിക്കണ്ട, ഡാൻസ് വിടണം വിചാരിച്ചാൽ കൂടി വിടാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു ഫാമിലിയിലായിരുന്നു. ബിക്കോസ് ഐ ഗോട്ട് ഇൻടു എ ഫാമിലി വേർ my mother-in-law was my guru and teacher. So dance is prime importance in our family. Everything else comes secondary. So I think that kind of focus, that kind of passion, that kind of commitment to the art is important, and that is how I think art will grow inside you. Art has to grow inside you, and it's only then can you connect with the audience. ഇവിടെ വളരുമ്പോൾ ഐ തിങ്ക് ഫ്രം ദി ഏജ് ഓഫ് 4 or 5 എല്ലാ കൊല്ലവും ഡിസംബർ ആകുമ്പോൾ I would be so excited to go to Swarlaya and watch Rama ma'am and all of you perform. ഇവരൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക്. ഇന്ന് ഇവരുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ it's a big thing, and I'm equally nervous and excited. പിന്നെ ഐ തിങ്ക് എനിക്ക് ഇതേപോലെ കുറെ ഐ തിങ്ക് ചെറുപ്പത്തിൽ തൊട്ട് ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിരുന്നു. വളരെ നല്ല ഗുരുക്കന്മാരുടെ കൂടെ പഠിക്കാൻ പറ്റിയതും. ഇവിടെ വത്സലാഹരി ടീച്ചറായിരുന്നു, കലാമണ്ഡലത്തിലെ ടീച്ചറാണ് പഠിപ്പിച്ചത് പാലക്കാട്. UTV ന്യൂസ്, പാലക്കാട്.